20-minute mark. D11 is eliminated. The probe is retracted. And what about the SSVP docking internal transfer system mode? അനന, ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത വരികയാണ്. പേടകം ബഹിരാകാശ നിലയവുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം അവർ അകത്തേക്ക് പ്രവേശിക്കും. അവിടെയുള്ള ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും മറ്റ് ദൗത്യങ്ങളുമായുള്ള സംവാദത്തിൽ ഏർപ്പെടുക, ചർച്ചകളിൽ ഏർപ്പെടുക. എന്തായാലും പേടകം ബഹിരാകാശ നിലയവുമായി ഘടിപ്പിച്ചിട്ടുണ്ട്. Power for SSVP is no longer illuminated. Probe retraction is no longer illuminated. SSVP mode is complete and is no longer illuminated. അനേന, സന്തോഷകരമായ ഒരു വാർത്ത കൂടി വരികയാണ്. ഡോക്കിംഗ് പൂർത്തിയായിട്ടുണ്ട് എന്നത്. ഡോക്കിംഗിന് ശേഷം എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുക, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലിനിഷ, ഇപ്പോൾ ഈ സെനിത്ത് ബഹിരാകാശ നിലയത്തിന്റെ സെനിത്ത് കവാടവുമായിട്ടാണ് ഈ ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നത്. ബഹിരാകാശ നിലയവുമായി പേടകത്തെ ബന്ധിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു നിർണായക ഘട്ടം പൂർത്തിയായിരിക്കുന്നു. ഇനിയും മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമാണ് ഇവർക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. അത് ഏകദേശം 1 മണിയോടെയാണ് ഈ ഹാച്ചിംഗ് പ്രക്രിയ ഇവർ കണക്ക് കൂട്ടുന്നത്. ഹാച്ചിംഗ് നടക്കുന്നത് ഏകദേശം 1 മണി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പേടകത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്ന് ഇവർക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഒരു സമയമാണത്. ഈ 1 മണിയോട് കൂടി തന്നെ ഹാച്ചിംഗ് പൂർത്തിയായി കഴിഞ്ഞാലും, ഹാച്ചിംഗ് പ്രക്രിയ 1 മണിയോട് കൂടി പൂർത്തിയായി കഴിഞ്ഞാലും ഏകദേശം അരമണിക്കൂർ കൂടി അധികം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, അരമണിക്കൂർ കൂടി കഴിഞ്ഞ് 1:30 ആവുമ്പോഴായിരിക്കും ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് 3 പേരും പ്രവേശിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് മറ്റ് പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നതും. ആദ്യം എനിക്ക് തോന്നുന്നു അവിടെ ഒരു സ്വീകരണമൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും ഇവർ മറ്റ് നിശ്ചയിച്ചുറപ്പിച്ചതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ആരംഭിക്കാനൊക്കെ പോകുന്നത്. എന്തായാലും 8 മാസം നീളുന്ന ഒരു ദൗത്യത്തിനായാണ് ഈ സംഘം പുറപ്പെട്ടിട്ടുള്ളത്. ഇനി 8 മാസം ഈ ബഹിരാകാശ നിലയത്തിൽ തങ്ങി ഇവർ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളൊക്കെ, പരീക്ഷണങ്ങളായാലും പഠനങ്ങളുമായാലും ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും മടങ്ങിയെത്തുന്നത്. ആ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമൊക്കെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ തത്സമയ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് നാസയും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ യാത്രയിൽ ഒപ്പം പോകുന്നൊരു പോലുള്ളൊരു തോന്നലാണ് നമുക്കും ഉണ്ടാവുന്നത്. കാരണം ഈ വിക്ഷേപണം കഴിഞ്ഞതിന് ശേഷമുള്ള റോക്കറ്റിന് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളും ഇത് സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിനാകമാനം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 1 മണിക്ക് നടക്കുന്ന ഹാച്ചിംഗ് പ്രക്രിയയാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ പ്രിച്ചാർഡ് മൊഡ്യൂളിലേക്ക് സോയൂസ് MS-29 പേടകം വിജയകരമായി ഡോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 11:26, അതായത് അല്പസമയത്തിന് മുൻപാണ് ഡോക്കിംഗ് പൂർത്തിയായത്. അതിൽ മലയാളി വംശജനായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ, റഷ്യൻ കോസ്മോനോട്ടുകളായ പ്യോട്ടർ ഡുബ്രോവ്, അന കിക്കിന എന്നിവർ പേടകത്തിലുണ്ട്. സോയൂസ് MS-29 ഡോക്കിംഗ് അല്പസമയത്തിന് മുൻപാണ് പൂർത്തിയായിട്ടുള്ളത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്ട്രോമിൽ നിന്നും വിക്ഷേപിച്ച പേടകം ഭ്രമണപഥത്തിൽ വെച്ചാണ് ബഹിരാകാശ നിലയവുമായി വിജയകരമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഹാച്ച് തുറക്കലാണ് ഇനിയുള്ള പ്രക്രിയ. അനേന നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 മാസത്തോളം നീളുന്ന ബഹിരാകാശ ദൗത്യത്തിനാണ് മലയാളി കൂടിയായ അനിൽ മേനോനും സംഘവും യാത്രയായിട്ടുള്ളത്. എക്സ്പെഡിഷൻ 74-75 ദൗത്യങ്ങളുടെ ഭാഗമായി മൈക്രോഗ്രാവിറ്റിയിലെ രക്തയോട്ടം, മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് ഈ യാത്രയായ സംഘം നടത്തുക. ഇവർ 8 മാസം അവിടെ തങ്ങി 2027 മാർച്ചിൽ ഇതേ സോയൂസ് പേടകത്തിൽ തന്നെ ഭൂമിയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിലാണ്. Congratulations.
работала с вами, переживала за вас. To you from our whole team И желаем вам счастливого продолжения полета. and wish you good അനേന അവിടെ ഡോക്കിംഗ് ദൗത്യം പുരോഗമിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 8 മാസം അവിടെ തുടരും, പഠനങ്ങൾ പൂർത്തിയാക്കും. 2027 മാർച്ചിൽ തിരിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടും ശാസ്ത്രത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുമെന്നുള്ള പ്രതീക്ഷയോടൊക്കെയാണല്ലോ ഇപ്പോൾ പോയിട്ടുള്ളത്. from you. Thank you. Thank you. തീർച്ചയായും ലിനിഷ, അങ്ങനെ തന്നെയാണ്. കാരണം ഭാവിയിലെ ദൗത്യങ്ങൾക്ക് കൂടി മുതൽക്കൂട്ടാവുന്ന പഠനങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഈ ദൗത്യ സംഘം പോയിട്ടുള്ളത് എന്നാണ്. എന്തായാലും 8 മാസത്തിന് ശേഷമായിരിക്കും ആ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുക. ഈ പഠനങ്ങളും നിരീക്ഷണങ്ങളും പൂർത്തിയാക്കിയ ശേഷം തന്നെയായിരിക്കും ഈ 3 അംഗ സംഘം തിരിച്ചു വരിക എന്നുള്ളതാണ്. എന്തായാലും ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയുള്ള നിർണായക ഘട്ടം ഹാച്ച് തുറക്കുക, ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. അതിനുശേഷമാണ് മറ്റ് വിവരങ്ങളൊക്കെ ലഭിക്കാനും പോകുന്നത്. കാരണം അതിനുശേഷമായിരിക്കും ഇവർ നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷണങ്ങളായാലും പഠനങ്ങളായാലും ഒക്കെ നടത്താൻ പോകുന്നത്. എന്തായാലും വലിയൊരു ദൗത്യത്തിന് തന്നെയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകളൊക്കെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നതാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണിത്. On the Soyuz side and